അപ്പൊ അവരെല്ലാരും അപ്പൊ അതിനകത്തായി പോയി അതുകൊണ്ടാണ് വരാൻ പ്രശ്നം. എങ്ങനെ പോണ ദർശനം ഫുഡ് കഴിച്ചോ? അപ്പൊ നമുക്ക് അകത്ത് പരിപാടികളിലേക്ക് കിടക്കാം. നമുക്ക് ഒന്നുകിൽ ഈ പരിപാടി നല്ല രീതിയിൽ പോകണമെങ്കിൽ ഉമ്മാരുടെ എല്ലാവരോടും ഒന്ന് ചിട്ടായിട്ടൊന്ന് വരാൻ പറ്റും. ചന്ദ്ര നലമ്പ നിക്കടാ ചന്ദ്ര. ഞാനൊരു കാര്യം നിന്നോടൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. കഷ്ടപ്പാടാണ് ഇവിടെ വന്ന് അലമ്പാനുള്ള പരിപാടിയാണെങ്കിൽ അടുത്ത അലമ്പുന്നവരെ ഉള്ള കാര്യം ഞാൻ പറയാം. അണ്ണാ ഞാൻ റേഡിയോയിൽ ഞാൻ കേട്ടില്ല. ചന്ദ്രനാണ് വാസുവിന്റെ ബർത്ത്ഡേ എങ്ങനെ ആഘോഷിക്കും? അപ്പൊ നമുക്ക് നീക്കാനുള്ള പിള്ളേരെ കക്കാശി നിന്നെ തിരിച്ചറിയാൻ തുടങ്ങി കേട്ടോ. നിന്നെ മനസ്സിലായിരിക്കും. നിന്റെ ബർത്ത്ഡേ വാസുണ്ടല്ലേ? അവരല്ലടാ ലീഡ് ചെയ്തത്. തിരിച്ച് രണ്ടെണ്ണം പറയടാ മന്ദാര. നിന്നെ ഒന്നും കളയൊന്നുമില്ല. തിരിച്ച് നല്ല വിളി വിളി. ഹാപ്പി ബർത്ത്ഡേ ഈഗിൾ ഗെയിമിംഗ്. ഈഗിൾ ഗെയിമിംഗ് ആര് വസണ? ഒരു സ്ട്രീമർ പയ്യനാണ്. അവനാര് അറിയാവുന്ന ചെറുക്കനാണ്. അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് അകത്തോട്ട് കയറിയാലോ? ഇതെന്തെങ്കിലും ഓടായില്ല. മൊത്തം പൊള്ളയാണല്ലോ. പൊള്ളയാണെങ്കിൽ വെയിറ്റ് ചെയ്യ്. പൊള്ളയാണെങ്കിൽ വെയിറ്റ് ചെയ്യ്. ലോഡാവും. വാസുമോൻ നടന്ന വാസുമോനെ കാണാത്തവരൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഡാവും. സ്ക്രീനിന് മാത്രം എഴുതി കാണിക്കണം. ഒരു മിനിറ്റ് എല്ലാരും ഒരു 2 മിനിറ്റ് കൊടുക്കും. ഇത് കൊള്ള എല്ലാവർക്കും താങ്ക് യു. നമുക്ക് പാറ്റിന്റെ പഴയ സർവറിൽ പോലും അതിന്റെ ലോഡ് സ്ക്രീനിൽ പോലും ഇത്ര നല്ല ഇരിക്കുന്നില്ലായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ വാസുമോനെ വാസുമോനെ 30 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. ഒരു വർഷമുണ്ട് എന്നാലും ഞങ്ങൾക്ക് 30 ആണത്. ഇല്ല 29. അതല്ലേ? അതാ 29. അപ്പൊ അങ്ങനെ എല്ലാരും വാസുമോനെ നല്ലൊരു ജന്മദിനം ആശംസിക്കുന്നു. വാസുമോന് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്താണ് വാസുമോന് ജന്മദിനത്തിൽ പറയാനുള്ളത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മദിനം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ജന്മദിനമായിരുന്നു. അതായത് എന്താ പറയാ, കുറെ നാളായിട്ട് നമ്മളിപ്പോ ഇങ്ങനത്തെ സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ വർഷം ഞങ്ങൾ പുറത്ത് കുറച്ച് അധികം എല്ലാരും, അതായത് റീബിൽഡിന് ശേഷം എല്ലാരും ഒരുമിച്ച് കൂടി ഒരു കാര്യം സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളത് ഈ വർഷം എനിക്ക് ഭയങ്കര നന്നായിട്ട് നടന്നൊരു കാര്യമാണ്. അപ്പൊ സിറ്റിയില് വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് വിഷമമായിട്ടില്ലായിരുന്നു. കാരണം ഇവരെല്ലാരും ഒരുമിച്ച് എന്നോട് ഉണ്ടായിരുന്നോണ്ട് അങ്ങനത്തെ വിഷമമൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ സിറ്റിക്കകത്ത് പരിപാടി വന്നപ്പോൾ ഡബിൾ സന്തോഷം.
അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പരിപാടി ഹോസ്റ്റ് ചെയ്ത് സെറ്റാക്കി എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ വാസുവിനെ കേക്ക് മുറിക്കാൻ പറഞ്ഞു അഥവാ ചന്ദ്ര പറ, എന്താണ് നിനക്ക് പറയാനുള്ളത്? ചന്ദ്ര വാതിറക്കല്ലേ. 24-ാം വയസ്സിൽ നമ്മുടെ ഗ്യാങ് തുടങ്ങിയ വാസുവിന് ഇപ്പോ 29 ആവുകയാണ്. ഈ ഒരു സൂര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, അടുത്ത വർഷം 30 വയസ്സിലോട്ട് പോകുന്ന വാസുവിന് വെരി വെരി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അടുത്ത വർഷം നമ്മൾ കൊണ്ടാടും, സിറ്റിയെ കൊണ്ടാടും. താങ്ക് യു സോ മച്ച്. ആരോഗ്യ സൗഖ്യം രണ്ട് വാക്ക് വാസുവിനെ പറ്റി. കാർലോ കാർലോ രണ്ട് വാക്ക് പിടച്ചേ. വാസു എന്ന് പറയുന്നത് നല്ലൊരു മനസ്സിനുടമയാണ്. ഇത്രയും തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരാളെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അപ്പോ 29-ാം വയസ്സിലോട്ട് കടന്നു കയറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വാസുവിന് എന്റെ എല്ലാവിധ അടിക്കാൻ പറ്റില്ല. കേക്കിന്റെ അടുത്ത് കണ്ണാക്കോ. അടുത്തതായി നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും വാസുവിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ കടന്നു വരിക. അപ്പാപ്പൻ 2 വാക്ക് സംസാരിക്കണം എന്നെ പറ്റി. ഞാൻ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതെ 1 മണിക്കൂർ അങ്ങനെ തന്നെ പോയി പോകും. വേണം ഷോർട്ടായിട്ട് 2 വാക്ക് പറയണം എന്നെ പറ്റി. നമ്മുടെ എല്ലാവരുടെയും അറ്റക്കൊന്നും വിളിക്കും. ഹലോ ഒരു സെക്കൻഡ് ഞാനിപ്പോ ഇന്ന് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് എന്നെ മാത്രമല്ല, നമ്മുടെ കൂടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഇതിന്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പോലും ഇവിടെ വന്നെത്താൻ സാധിക്കാത്ത നമ്മുടെ രായനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമേ ഞാൻ എനിക്ക് പകരം രായന് വേണ്ടി സംസാരിക്കാം. ഐ ലവ് യു അണ്ണാ എന്ന് രായൻ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്. രായൻ സ്പെഷ്യലി വേറെ സാധനം കൂടെ തരാൻ പറഞ്ഞു. ഒരു സെക്കൻഡ്. ഉമ്മയാണോ? ഇവിടെ ഇങ്ങോട്ടില്ല. രായൻ വാസുമോന് ലിപ് കിസ് അടിക്കുന്ന ചെല്ലക്ക് വെറുതെയായിട്ട് അത്ര ഉള്ളു. തിരിച്ചുമ്മയില്ലേ വാസുമോൻ? പിന്നെ അടുത്ത ഡയലോഗ്. അണ്ണാ, എനിക്ക് അണ്ണനെ ഒരുപാട് ഇഷ്ടമാണ് അണ്ണ. അണ്ണൻ എനിക്ക് ജനിക്കാതെ പോയ ഒരു അണ്ണനാണ് അണ്ണ. അണ്ണന് വേണ്ടി ഞാൻ എല്ലാവർക്കും ഒരു അണ്ണനായ അണ്ണ. കൂടുതലല്ലേ എൻ ചക്കര അണ്ണ. ഇത് രായന് വേണ്ടിയിട്ട് കവിത എഴുതിയതാണ്. കവിത കഴിച്ചോ? ഇതൊക്കെ രായന്റെ കവിത ഇഷ്ടപ്പെട്ടു. ഒരുപാട് മണിക്കൂറുകൾ എടുത്ത് പാപം. അപ്പൊ ഇനി ഞാൻ എനിക്ക് വേണ്ടി തന്നെ സംസാരിക്കാം. ഓക്കെ വാസമോനെ, ഞാന് വാസമോനെ ഈ മോനെ എന്ന് വിളിക്കുമ്പോ കാർലമോനെ വിളിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ 2 പേർക്കും എനിക്ക് മറക്കാതെ പോയ എന്റെ മക്കളെ പോലെ കണ്ടിട്ടാണ് ഞാൻ മോനെ എന്ന് വിളിക്കുന്നത്. അപ്പം സ്വന്തം മക്കളുടെ ബർത്ത്ഡേക്ക് ഒരു അച്ഛൻ എന്ന നിലയിൽ എത്രത്തോളം സന്തോഷം ഉണ്ടാവുമെന്ന് ഞാൻ പറയാതെ തന്നെ വാസമോനെ അറിയാതിരിക്കുമല്ലോ അല്ലേ? പക്ഷെ എപ്പോഴും എന്നെ ഒരു അനിയന്റെ സ്ഥാനത്തെ കാണാവൂ വാസമോൻ. പക്ഷെ
അല്ല ആദ്യമായിട്ടാണ് എന്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ആയിട്ട് എനിക്ക് ഒരു അച്ഛനെ കിട്ടുന്നത്. അത്രേ ഉള്ളൂ. ഇനി ഒരുത്തര് വാസവന് തന്നിട്ടുണ്ടോ ചോദിക്കാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായ വാസവന്. താങ്ക് യു സോ മച്ച്, താങ്ക് യു, താങ്ക് യു. അതാ ചില അച്ഛനില്ലാത്ത ആൾക്കാർ ചോദിക്കും തന്നിട്ടോ, അപ്പൊ ചൂണ്ടി കാണിക്കണം. അതെ അപ്പൊ 1000 നമുക്ക് അടുത്ത ആളെ വിളിക്കാം. അപ്പൊ നമ്മുടെ യങ്സ്റ്റേഴ്സിന് വേണ്ടിട്ട് ഞാൻ സംസാരിക്കുവാണ്. കോട്ട് വീശണേ, ആ സാധനം വീശണേ. ഇത്രയും വർഷം നമ്മളെ ഒരു ഫാമിലി ആയി കൊണ്ട് നടന്ന നമ്മുടെ വാസു അണ്ണനെ ഒരു കീയോടെ സ്ലോട്ട് ചെയ്ത് മാറ്റാൻ സമയം കേട്ടോ അടുത്ത ആഴ്ച. ഇനി പേഴ്സണൽ ആണ് വാസു. അല്ല വാസു, ഇനി കൊറേ വർഷങ്ങളായില്ലേ, ഇനി മാരൊക്കെ നിക്കണമെന്ന് തോന്നുവാണെങ്കിൽ പറഞ്ഞാൽ മതി, എല്ലാം നോക്കിക്കൊണ്ട് പോവാം. അപ്പൊ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇനി നമ്മുടെ ബോബ് 2 വാക്ക് സംസാരിക്കുന്നുണ്ട് കുറിച്ച്. എല്ലാരും പറയണേ ആ ഗോകുവിന്റെ മോൻ കണ്ടിട്ട് ഇത് വില്ലൻ ബ്രോ അല്ലേ. അപ്പം നമുക്ക് വേറെ ആർക്കെങ്കിലും പറ ബോബ് സാർ. ഇന്നിവിടെ 29ാമത് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അണ്ണന് ഇതിന് 200 വർഷം കൂടെ അണ്ണൻ ആരോഗ്യ സൗഖ്യത്തോടെ ഞാൻ പറഞ്ഞു നീ കേട്ടില്ല. KVക്ക് വേണ്ടി വാസവനെ പറ്റി 2 വാക്ക് സംസാരിക്കാൻ നമ്മുടെ KVയുടെ സ്വന്തം ഹിറ്റ്മാൻ പ്ലീസ് കം. പഴയ കാര്യം ഓർത്തിട്ട് തെറിയെന്ന് പറയല്ലോ. നമ്മളെ ഇങ്ങോട്ട് വിളിച്ചതില് സന്തോഷം. അതുപോലെ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച് ഹിറ്റ്മാനെ. ദീർഘായുഷ്ട്ടെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമ്മളെ ഇങ്ങോട്ട് വിളിച്ചതിന് സന്തോഷം. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പണ്ട് ഇങ്ങോട്ട് വിളിച്ചതാ. പണ്ട് എന്തൊക്കെ വിളിച്ചിട്ടോ. അതൊന്നും പറയാൻ പറ്റത്തില്ല. അത് പറയാൻ കൊള്ളാവുന്നതല്ല. ചെറിയ കേസല്ലേ. അപ്പൊ നമുക്കെന്താ കേക്ക് മുറിച്ചാലോ വാസവനെ? കേക്ക് മുറിക്കാം. വാസവനെ ഇവിടെ കേക്കിലോട്ട് അണ്ണാ കേക്ക് ചന്ദ്രൻ ഫസ്റ്റ്. ചന്ദ്ര ചന്ദ്രന് വായിക്കൊടു. എല്ലാരും കൂടെ കിട്ടിയോ? കിട്ടിയോടെ സെക്കൻഡ് കേക്ക് മാറ്റാൻ കൊടുക്കണം. സെക്കൻഡ് കേക്ക് മാറ്റാൻ കൊടുക്കണം. കിട്ടുന്നില്ല. കിട്ടിയാ നീ അവിടെ അടുത്തൊന്ന് വെയിറ്റ്. കണ്ണു വെച്ച് നോക്കിയാ കേക്കില് സ്ലൈസ് കേക്ക് കൊതി ഹലോ എടാ നിങ്ങളെല്ലാരും കണ്ണുവെച്ച് നോക്കിക്കോ, കണ്ണുവെച്ച് നോക്കിക്കോ, കണ്ണുവെച്ച്. ഇത് ലൈഫ് ഉള്ളവോ ഒരു ഞാൻ കേക്ക് തന്നിട്ടുണ്ട്. ബോബുട്ട എടുത്തു അവിടുന്നേ കിട്ടിയില്ല എടുത്തു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ ഓക്കെ കാർലോ, കഴിച്ചു. വാസവന് ഇന്ന് വാസവന് എന്റെ വക വലുതായിട്ട്
ഷുഗറാണ് എന്നാ താങ്ക് യു സോ മച്ച് അളിയ താങ്ക് യു ഉമ്മ അടുത്ത സ്ഥലത്തോട്ട് പോവാ എല്ലാരും മെല്ലെ വരട്ടെ അടിച്ചുപൊളി എങ്ങോട്ട് അങ്ങോട്ടോ നേരെ അണ്ണൻ ചങ്ക് തീർന്നിരിക്കണം കണ്ടാ അറിയാം ബാബു ഇല്ല കേസ് ബാബു വന്നില്ല അവൻ കുറച്ച് അവന്റെ അച്ഛന് ഇതൊക്കെ വയ്യാതിരിക്കുന്നോണ്ട് അവൻ കുറച്ച് ബിസി ഷെഡ്യൂളിൽ അവനങ്ങനെ വരാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ ഉറപ്പായിട്ടും വന്നേനെ. എന്നിട്ട് പോലും അവൻ ബർത്ത്ഡേക്ക് ഓടി ഇവിടെ വന്നു എന്റെ വീട്ടില്. ഗെയിമിനകത്ത് വന്നില്ലെങ്കിലും റിയൽ ലൈഫിൽ അവൻ ഓടി വന്നതാ. അവൻ അങ്ങനെ ഒരു അവസ്ഥ വേണ്ട, അവൻ വരാൻ പറ്റിയ ഉറപ്പായിട്ടും വന്നേനെ, എനിക്ക് ഉറപ്പാ. വാസുമോനെ ഇനി വാസുമോന് വേണ്ടി വാസുമോനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ സ്നേഹ സമ്മാനങ്ങളാണ് ഇത് വഴി. വിട്ടാണ്ടിരിക്കാൻ എല്ലാരും ഒന്ന് സൈലന്റ് ആണോ പ്ലീസ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വാതിലാണോ അത്? ഇത് വാസുമോന് വേണ്ടി മനാഫ്ബ്രോയുടെ ഗിഫ്റ്റ് ആണ്. സ്നേഹസമ്പന്നം ഇതൊക്കെ എന്തൊക്കെ താനം കിടില സൗണ്ട്. ഇതെല്ലാം എനിക്ക് സിറ്റി അപ്പാപ്പ, ഇതെല്ലാം എനിക്ക് സിറ്റി തരണേ അപ്പാപ്പ. അപ്പാപ്പ അപ്പാപ്പ ഇതൊന്ന് സിറ്റി തരണേ, ഇതൊക്കെ എനിക്ക്. പിന്നെ വാസുമോൻ അല്ലാതെ വേറെ ആർക്ക് തരാനോ? ഒരു ടിക്കറ്റ് വലിച്ചിട്ട് കസ്റ്റം വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എത്ര ടിക്കറ്റ് വലിക്കണം വാസുമോൻ? ഒരു കാണിക്കുന്നേ അപ്പാപ്പ ടിക്കറ്റ് ഒന്നും വലിക്കാൻ പറ്റില്ല അപ്പാപ്പ, ഒന്ന് താ അപ്പാപ്പ അതിനകത്ത്. പിന്നെ അല്ല നാളെ സാധനം ഇതെല്ലാം റെഡിയാണ് വാസുമോനെ. മനാബ്രോ താങ്ക് യു സോ മച്ച്. മനാബ്രോ താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട് മനാബ്രോ. അകത്ത് കയറാൻ പറ്റുന്നില്ലല്ലോ ഇത്. വണ്ടി എങ്ങനെയുണ്ട്? ഞാനൊന്നല്ല ഇന്റീരിയർ നല്ല രസമുണ്ട് കേട്ടാ. ഉണ്ടാ വണ്ടിക്കത്തോലെ കയറിയ FPP ഓടിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. വീഡിയോ കിട്ടുകയാണ്. ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ ബ്രോ മനാഫ് ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ദ 1000 കിക്ക് പോയിന്റ്സ്. താങ്ക് യു സോ മച്ച് മനാഫ് ബ്രോ. താങ്ക് യു. എല്ലാം അപ്പാപ്പ എനിക്ക് ചെയ്താ പുറത്തോട്ട് ഓടിക്കുന്ന കേട്ടോ നല്ലത്. വാസുമോനെ സൂക്ഷിച്ചോടിക്കണം. ഇല്ല പുറത്തോട്ട് ഓടിക്കാം. എവിടെ കിക്കാവും, വീഡിയോ കിക്കാവും. ഇല്ല ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാറി ജസ്റ്റ് ഒന്ന് ബാക്കിയുള്ള മാറി നിക്കണേ. പ്രശ്നമായിരിക്കും. ജസ്റ്റ് ഒന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി നിക്കണേ. ഇവിടെ സീൻ സൗണ്ട് അല്ല, വിഷയമുണ്ട്. മുട്ടുണ്ട് ഡീറ്റെയിലിംഗ്. നമുക്കപ്പം അടുത്ത വാസുമന്റെ സമ്മാനത്തിലോട്ട് കടന്നാലോ? ഓക്കെ സമ്മാനാണോ? അച്ഛൻ പറഞ്ഞത് യഥാർത്ഥ അപ്പം കേറാം, നമുക്ക് അകത്തോട്ട് കയറാം. അടുത്തല്ലേ റെഡി അല്ലേ? ഇത് അമ്പത്തൂരിന്റെ വക. ഇത് ഓൾറെഡി സെറ്റാണ് കേട്ടോ അല്ലേ? അപ്പൊ ഇതാണ് ഇത്രയും നാള് ഞാൻ ഇവിടെ സിറ്റിക്കകത്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞ സാധനം. എന്റെ അമ്മോ ഗൈസ്, ഇതാണ് നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞ ആ വണ്ടി. നമുക്ക് എവിടെയെങ്കിലും പോവാൻ റോയൽ ലുക്കുള്ള ഒരു സാധനം വേണമെന്ന് പറഞ്ഞില്ലേ അപ്പാപ്പ? ഇതിന്റെ പ്രത്യേകത അറിയോ? ഇത് ഇൻഗെയിം വണ്ടിയാ. ഇത് ശരിക്കും ഇത് ഇൻഗെയിം വണ്ടി പണിത് ഇങ്ങനെ ആക്കിയതാ. ഇത് ഇൻഗെയിം വണ്ടിയാണ്. ഇത് ഇൻഗെയിം വണ്ടി മോഡ് ചെയ്ത് ഇങ്ങനെ ആക്കിയേക്കുവാ. നിക്കോബ്രോ ആണ് ഇത് ചെയ്തത്.
പിന്നെ അങ്ങനെ പണ്ടേ പുലിയല്ലേ. ഓ ഇത് അല്ലാതെ കാണണം. അപ്പൊ ഇത് ഇങ്ങനെയല്ല ഗൈസ്, ഇത് വെളി കാണണം ഗൈസ്. ഞാൻ പറഞ്ഞില്ല നമ്മുടെ ലൂസിഫറിലേക്ക് പോലെ അങ്ങനത്തെ ഒരു വണ്ടിയെ ഇത് കണ്ടോ, ഹെഡ്ലൈറ്റ് ഒക്കെ കണ്ടോ നിങ്ങള്? താങ്ക് യു സോ മച്ച് നിക്കോറോ അടുത്ത് പറയണം. താങ്ക് യു പറയണം. ഓടിക്കാൻ പറ്റുമോ ഇത്? ഓ പിന്നെ ഇത് ഇന്ത്യൻ വണ്ടിയാടാ ഇത്. ഇപ്പൊ ഇന്ത്യ ആക്കിയല്ലേ? അല്ലല്ല, ഈ മൊത്തത്തിൽ പണിഞ്ഞിട്ട് ഇത് ഇന്ത്യ വണ്ടി കളർ പോരുന്ന ബ്രോ. ഇത് അല്ലാതെ കണ്ടു നോക്ക്, ഇത് വെളിയിൽ കണ്ടു നോക്ക് ബ്രോ. ഇത് സിറ്റിക്കകത്ത് ഈ ലൈറ്റ് വാസുവിന് കിട്ടിയ വണ്ടികളൊക്കെ വെച്ചിട്ട് വാസുവിനെ ഇങ്ങോട്ട് കൂടി ഇതോ ഇങ്ങോട്ട് ലോസ്റ്റ് ആയി. വാസുവിനെ വിളിച്ച എല്ലാരും വരും ഇത്. വാസുവിനെ അപ്പം ഗിഫ്റ്റ് ഒക്കെ കിട്ടി. വാസുവിനെ ഹാപ്പി ആയില്ലേ? പിന്നെ സന്തോഷായില്ലേ? പിന്നെ സിറ്റിയിൽ എന്താ വേണം? 2 പുതിയ വണ്ടികൾ, അതും ഒന്നിനൊന്നിനും വെച്ച യുണീക്ക് ഐറ്റം. അപ്പാപ്പന്റെ വക ഒന്നും ഇല്ലല്ലേ? വാസുവിനെ എന്നെ സങ്കടപ്പെടുത്തി. വാസുവിനെ അതാ ഞാനൊരു സർവർ എഴുത്തതില്ലേ വാസുവിനെ? എന്താണ് ചോദ്യം ചോദിച്ചേ? അത് ശരിയാട്ടാ. നമുക്കെന്താ അടുത്തടുത്തോട്ട് പോയാലോ? ഇവിടെയാണോ? ഓ ഇവിടെയാണല്ലേ? ഏതാ ഗിഫ്റ്റ്? ഇതാണോ അതാണോ? അല്ല കാറാ കണ്ടാലേ അറിയില്ലേ? കാറാണ്. അപ്പാപ്പ ഇതൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാ വർഷവും ഇതന്നെ കാണിച്ച് കൊതിപ്പിക്കും. എനിക്കിത് സിറ്റി തരണം. ദർശനയുടെ വകയാണ് കേട്ടോ. ദർശന താങ്ക് യു സോ മച്ച്. പിന്നെ ഇത് എന്റെ വണ്ടി എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ? ഞാന് എന്ത് തരണമെന്ന് പെട്ടെന്ന് ആലോചിച്ച് ഞാനിപ്പോ രായനോട് ചോദിച്ചപ്പോ അണ്ണൻ ഈ വണ്ടിയാണ് ഏറ്റവും ഇഷ്ടം പറഞ്ഞത്. അതെ താങ്ക് യു സോ മച്ച് ദർശന, താങ്ക് യു. സിറ്റി തരണം. ഈ വണ്ടി കിട്ടത്തില്ല. ഇതെന്താ ഇപ്പൊ പ്രശ്നം എന്താ? ഇത് ഡിവാറ്റി മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ദർശന പിന്നെ എന്തിനാ ദർശന ഇതെന്നെ കാണിച്ചതാക്കിയത്? അതായത് വാസവനെ ഈ സാധനം എന്താ പറഞ്ഞ നിങ്ങൾക്കറിയാം? നിങ്ങൾക്ക് നമ്മുടെ സെർവറിനകത്ത് ഈ ഒറിജിനൽ വണ്ടിയുടെ ഇത് ലോഗോയും ബാക്കി സാധനങ്ങളും ഒന്നും ചെയ്യാൻ പാടില്ല, മനസ്സിലായോ? പണ്ടത്തെ പോലല്ല, ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റാ. അപ്പൊ കൊറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യണം. സെറ്റാക്കിട്ട് പറയണേ. എന്നാ ഞാൻ പറയട്ടെ. അപ്പാപ്പന്റെ ബർത്ത്ഡേക്ക് ഒരു വണ്ടി ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇത് നിങ്ങൾ തിരിച്ചു പോകുമ്പോ അവര് അപ്പൊ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പറയട്ടെ. ഒരു കാര്യം ഒരു പേഴ്സണൽ കാര്യം പറയട്ടെ. അപ്പൊ ഒന്ന് അങ്ങോട്ട് പോവോ? ഞാൻ പറയുന്ന കാര്യമോ? മനസ്സിലായില്ലേ? അപ്പാപ്പന് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു വണ്ടി ഉണ്ടായിരുന്നു കഴിഞ്ഞ അന്ന് പരിപാടി നടന്നിട്ടില്ല. നേരെ തിരിച്ചു പോകുമ്പോ അവരൊരു ട്രക്ക് ഉണ്ട്, അത് അപ്പാപ്പനുള്ള. അത് നേരെ തിരിച്ചു പോകും. നിങ്ങൾ വന്ന വഴി തിരിച്ചു പോകുമ്പോ അവിടെ ഉണ്ട്. നേരത്തെ നിങ്ങൾക്ക് കിട്ടിയ വണ്ടി സ്ഥലത്ത് മാറ്റി നോക്ലിപ്പ് അടിച്ചിട്ട് മേലെയുണ്ട്, തലയുടെ മേലെ അപ്പാപ്പൻ. അവിടെ വന്നേ. അതൊന്നും കൊടുക്കാൻ ഇവിടെ ഇമോട്ട് ഇല്ല. ഇവിടെ ഇമോട്ട് മെനു ഇല്ല. തിരിച്ചു വന്നേട്ടാ, ഞാൻ കണ്ടേ.